ഹലോ ഗായ്സ്, ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെറിയൊരു ബാഗാണ്. ഒരു 30 ലിറ്ററിൻ്റെ ബാഗ്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഈ ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് കാണാം, ഒരു ക്വിക്ക് അൺബോക്സിങ്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫ്രണ്ട് ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം കാണും. ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ക്വിക്ക് അൺബോക്സിങ് കാണാം. പക്ഷേ ഇതിൻ്റെ പാക്കിങ് ചെറിയൊരു എനിക്ക് ഇതായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ സാധനം ഫ്ലിപ്കാർട്ടിൻ്റെ വേറെ പാക്കിങ് കൂടി ഇട്ടാൽ ഇത് സാധനം നോർമൽ കവറിനകത്തായിട്ട് പാക്ക് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു പ്രോഡക്റ്റ് ഡാമേജ് വരാൻ സാധ്യതയില്ല. നമുക്ക് ജസ്റ്റിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ആണ്. അതിനായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ജസ്റ്റ് അൺബോക്സിങ് ആണ്. ഇത് നമ്മൾ ബാഗ് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ സഫാരി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബാഗാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ഒരു 30 ലിറ്ററിൻ്റെ ബാഗാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, 30 ലിറ്റർ. അപ്പോഴത്തേക്ക് ഇവിടെ ബ്രാൻഡിങ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 12 മാസത്തെ ഇൻ്റർനാഷണൽ വാറണ്ടിയുണ്ട്. പിന്നെ ഈ ബാഗിൻ്റെ വില 3000 എന്ന് കൊടുത്തിട്ടുണ്ട്. 3000 ഒന്നും ആയിട്ടില്ല. എനിക്കൊരു 500 രൂപയ്ക്ക് അകത്ത് എൻ്റെ പ്രൈസ് ആയിട്ടുള്ള ബാഗിന്. പിന്നെ ഇതൊരു ലാപ്ടോപ്പ് ബാഗാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൻ കവറുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലായിട്ട് ചെറിയൊരു ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ അത് ഇവിടെ ഒരു ഉറയുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗ്. അത് ഇവിടെ വന്ന് ഇവിടെ ഒരു ഉറയുണ്ട്. പിന്നെ ഉള്ളത് ഇതിനകത്തും ഒരു ഉറയുണ്ട്. പിന്നെ വരുന്നത് ഇതിനകത്തും ഒരു ഉറയുണ്ട്. പിന്നെ ഈ ബാഗിനകത്ത് സാധനം ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഇടാനുള്ളത്. പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാഗിൻ്റെ മോഡൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബാഗ് കൊള്ളാം. പിന്നെ റെയിൻ കവർ നോക്കിയാണെങ്കിൽ തൊട്ട് ബാഗിൻ്റെ അടിഭാഗത്തായിട്ടാണ് റെയിൻ കവർ വെച്ചിട്ടുള്ളത്. കാണിച്ചുതരാം. റെയിൻ കവർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ റെയിൻ കവറും മേടിച്ച റെയിൻ കവറൊന്നും ഞാൻ നോക്കിയില്ല. ബാഗ് ഇങ്ങനെ കണ്ട് ഓർഡർ ചെയ്തു. അതേപോലെ ഇവിടെയും സഫാരി എന്നുള്ളൊരു ബാഗിൻ്റെ ബ്രാൻഡിങ് നൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലിപ്പുണ്ട്. അത് കണക്ക് 1 2 3 4 4 ഉറയുണ്ട്. പിന്നെ അകത്തും 2 ചെറിയ ഉറകളുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ പേഴ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വയ്ക്കാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ബാഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ അടിയിൽ കൊടുത്തിരിക്കാം. വാങ്ങിക്കാൻ താല്പര്യങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതായിരിക്കും.